ഹലോ സാർ, ആദ്യമേ ഞങ്ങളുടെ ഗ്ലോറിയ 24-ൽ വന്ന് സംബന്ധിക്കുകയും ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിക്കുകയും അതിൽ വന്ന് സംബന്ധിക്കുകയും അത് ലീഡ് ചെയ്യുകയും അത് വിജയകരമാക്കുകയും ചെയ്തിട്ടുള്ള സന്തോഷവും നന്ദി ഞാൻ ആദ്യമേ പറയട്ടെ. എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ശരിയാണ്, തീർച്ചയായിട്ടും. കാരണം അതിൽ പങ്കെടുത്ത പലരുടെയും ഫീഡ്ബാക്ക് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും അത് വളരെ അനുഗ്രഹകരമായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. സാധാരണ നിലയിലൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ഒരു എൻ്റർടൈനിങ് എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മൾ കൂടുതലും ആളുകളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പാട്ടുകളിലൂടെയും അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നലെയും ചെയ്തത്. അപ്പോൾ ആളുകൾക്കതൊരു സന്തോഷമായി തീർന്നു എന്നാണ്. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറിൻ്റെ പാട്ടുകൾ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഡിവിജ്വലായിട്ടൊന്ന് കാണുവാനും പരിചയപ്പെടാനൊക്കെ ഇത് ഒരു അവസരമായിരുന്നു. തീർച്ചയായിട്ടും അത് അനുഗ്രഹകരമായിരുന്നു. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, സാറ് ദീർഘവർഷങ്ങൾ ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയ എവിടെയും ഈ മത്സരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മേഖലയിൽ അങ്ങനെ ഒരു മത്സരം ഉണ്ടോ? മത്സരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ വ്യക്തികൾ. അല്ലെങ്കിൽ എനിക്ക് ഈ ഫീൽഡിൽ ഒരു മത്സരമില്ല. കാരണം കൂടുതൽ പാട്ടുകാർ ഈ രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ യുവാക്കളെ, എനിക്ക് കഴിയുന്ന ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പം ഞാൻ 35 വർഷങ്ങളായിട്ട് പാടുന്നുണ്ട്. നമുക്കൊരു സമയപരിധിയുണ്ട്. പാടാൻ കഴിയുന്ന, അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകുന്നൊരു സമയമുണ്ട്. ഒരുപക്ഷെ എപ്പോഴും അതൊക്കെ തുടങ്ങിക്കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശേഷം സുവിശേഷം പാടാൻ, അല്ലെങ്കിൽ ദൈവസ്നേഹം പാടാൻ ഇവിടെ ആളുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കോമ്പറ്റീഷൻ അങ്ങനെ ഈ രംഗത്ത് അങ്ങനെ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ കാണുമായിരിക്കും. എന്നാലും അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു മത്സരം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. അതൊരു ശുശ്രൂഷ ലെവലിൽ അതിൽ കാണുന്നത് തീർച്ചയായിട്ടും ഞാനിത് കാണുന്ന ഒരു മിനിസ്ട്രി ആയിട്ടാണ്. കാര്യം വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആയിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയോട് എനിക്കൊരു തോന്നിയിട്ടില്ല. ദൈവം എനിക്ക് തരുന്ന അവസരങ്ങൾ അത് ദൈവം എനിക്ക് മാത്രം തരും. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവസരങ്ങൾ അത് ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കും. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വർക്കിന് മാത്രമേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഈ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ക്രിസ്ത്യൻ ഗാനമേഖലയിലാണെങ്കിലും അതിൻ്റെ ഈവൻ ചർച്ചിൻ്റെ ശുശ്രൂഷകളിലാണെങ്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ നമ്മളെടുത്താൽ പഴയ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നാടൻ പാട്ടുകൾ ഒത്തിരി പോപ്പുലറാകുന്ന ഒരു കാലഘട്ടമാണ്. അത് മാത്രമല്ല, ഈ നാടൻ പാട്ടുകളുടെ ശൈലിയിൽ പല ക്രിസ്ത്യൻ പാട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. ആരാധന പാട്ടുകളൊക്കെ, പ്രത്യേകിച്ചത് ആരാധനയ്ക്കൊക്കെ ആളുകൾ ആ ട്യൂണിൽ പാടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്തുവാ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, നമുക്കൊരു കൾച്ചറുണ്ടല്ലോ, ഒരു ക്രിസ്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ബൈബിൾ കൾച്ചറുണ്ട്. അപ്പോൾ എന്ത് മാറ്റങ്ങൾ വന്നാലും ആ ബൈബിൾ കൾച്ചറിൽ അതിൻ്റെ അടിസ്ഥാനമായിരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു നാടൻ പാട്ട് ആ നിലയിൽ ആളുകളെ സ്വാധീനിക്കുന്ന നിലയിലൊരു പാട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ബൈബിളിൻ്റെ കൾച്ചർ എന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പം ഒരു യങ് ജനറേഷൻ ഒരു പക്ഷേ അതൊക്കെ ഇഷ്ടമായിരിക്കാം. അത് പക്ഷേ പഴയ തലമുറ അത് എൻജോയ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം. പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ എന്തിനുള്ളത്, എങ്ങനെയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ചെറുപ്പക്കാർ, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറയുന്നത്, നിലനിൽക്കുന്ന പാട്ടുകൾ പഴയ പാട്ടുകളാണ്. ഒരു റിയാലിറ്റി ഷോ എന്ന് ശ്രദ്ധിച്ചു നോക്കി, സെക്കുലർ സോങ്സ് തന്നെ ഇപ്പോഴും 6 വയസ്സുള്ള പിള്ളേരും യേശുദാസ് പാടിയ പാട്ടും
ജാനകി അമ്മ പാടിയ പാട്ടുകളും ഇതൊക്കെയല്ലേ പാടുന്നത്, പുതിയ പാട്ടുകളില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഒരു മത്സരത്തിന് അവർക്ക് വിധി എഴുതാനുള്ള ഒരു നിലവാരമുള്ള പാട്ടുകൾ പഴയ പാട്ടുകളായതുകൊണ്ടാണല്ലോ അത് പാടുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ പാട്ടുകളിലും ബാധകമാണ്. ഒരു നിലവാരം, ഒരു വചനത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു സോങ് എന്ന് പറയുന്നത് വെറുതെ ഒരു പാട്ടല്ല, അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു സന്ദേശമല്ലേ ഒരു ഗാനം. അപ്പം അത് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. നാടൻ പാട്ടായാലും ഏത് രീതിയായാലും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതിനൊരു വില തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് മിക്കവാറും സഭകൾ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ ചർച്ചുകളൊക്കെ, അത് ഈവൻ മലയാളി ട്രഡീഷണൽ ചർച്ച് പോലും, മെയിൻ ലൈൻ ചർച്ചസ് പോലും ഇപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആരാധനയുടെ ഭാഗമായി നിർത്തുന്നുണ്ട്. കാരണം യങ്ങർ ജനറേഷനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ശൈലിയിലുള്ള പാട്ടുകൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഒരു 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 ക്രിറ്റിസിസം അതിനെതിരെ ഉള്ളത് ഇതിൻ്റെ ഈ തിയോളജിക്കൽ ആസ്പെക്റ്റാണ്. അത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനകത്ത് സംഭവിച്ച ഏറ്റവും വലിയൊരു തകരാറ് മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിപ്പോയി അതിൽ. അല്ലെങ്കിൽ ഓർക്കസ്ട്ര, അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം, അതായിപ്പോയി അതിൻ്റെ ഒരു മെയിൻ ഒരു അതിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അതൊരു പക്ഷേ നമ്മളെ എത്രമാത്രം നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മീയതയെ അത് എങ്ങനെയാണത് ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ തുകൽവാദ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തുകൽവാദ്യങ്ങൾ നമ്മുടെ സ്കിന്നിനെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്, നമ്മുടെ പുറമേയുള്ള തുകൽ. അതേസമയം സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പം സംഭവിച്ചത് ഈ ഡ്രമ്മ് കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു അതിപ്രസരം തീർച്ചയായിട്ടും നമ്മുടെ ഈ വർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ ഒരു പുതിയ ജനറേഷനെ സ്വാധീനിക്കാനാണ്, അല്ലെങ്കിൽ അവരെ ഇതിനകത്ത് നിലനിർത്താനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും അതിലൊരു വലിയ അപകടമുണ്ട്. കാരണം നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധ അതിനകത്തായി പോകുന്നു. നമുക്ക് പാട്ടുകൾ എന്താണെന്ന് പോലും കേൾക്കാൻ മേലാത്ത നിലയിലേക്കൊക്കെ ഈ വർഷിപ്പ് മാറിപ്പോകുന്നുണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാം, അതൊരു വളരെ നമ്മുടെ വർഷിപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വർഷിപ്പിനെ ഒന്ന് കുറച്ചുകൂടി നമ്മുടെ ആത്മീയതയെ ഒന്ന് ഉയർത്തുന്ന നിലവാരത്തിലേക്ക് അത് വന്നാൽ. അതുകൊണ്ടാണല്ലോ പിയാനോ ഉപയോഗിക്കുന്നത്. പിയാനോ അല്ലെങ്കിൽ ഒരു ഗിറ്റാർ, ഇതൊക്കെ ഉപയോഗിക്കുമ്പം അത് കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അത് അല്പം കൂടി നല്ലൊരു ആരാധന കഴിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിന് പകരം ഒരു വലിയ ബഹളവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്കൊന്നും കിട്ടുന്നില്ല അതിൽ നിന്ന്. അതാണ് സത്യം. ഒരു പക്ഷേ എനിക്കറിയില്ല പുതിയ തലമുറയ്ക്ക് അത് സ്വീകാര്യമാണോ ഞാൻ ഈ പറയുന്നത്, ഒരു പക്ഷേ എനിക്ക് അറിയില്ല. ഈ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ അങ്ങനെയാണ്, ഒരു വളരെ അതൊരു ആരാധനയുടെ ഭാഗമാകണം എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയ അപകടവും പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചില ട്രഡീഷണൽ ചർച്ചുകളും സംഗീതത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ഇതായതുകൊണ്ട് വലിയ കുഴപ്പം പിടിച്ച സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പം പിള്ളേർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു ജനറേഷൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പാട്ടുമില്ല, ഒന്നുമില്ല. അന്ന് തൊട്ടേ ഇതൊരു മിനിമം ലെവലിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു കൺട്രോൾഡ് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ യുവാക്കൾ. പിന്നെ ഇവരുടെ ഒരു ജീവിത ശൈലി, ഇപ്പൊ ഈസി ലിസണിങ് സോങ്ങിനോട് വലിയ താല്പര്യമില്ല. കാരണം അവരെല്ലാം ഫാസ്റ്റാണ് ഒരു കാരണം, അതൊരു കാരണമായിരിക്കാം തോന്നുന്നു. പിന്നെ സംഗീതത്തിൽ നമുക്ക് ബൈബിളിലേക്ക് വരാം. പ്രത്യേകിച്ച് ബിനയ് ചാക്കോ ഓഡിയോ ബൈബിൾ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യമേ എൻ്റെ ആശംസകൾ അറിയിക്കട്ടെ. അതനേർക്ക് ഉപകാരപ്രദമായി തീരും. എന്നെ സംബന്ധിച്ചതൊരു ഭാഗ്യമാണ്. കാരണം അത് ഹ്യൂസ്റ്റണിൽ ലോഞ്ച് ചെയ്യുവാനായിട്ട് സാറ് എന്നെ സെലക്ട് ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു വെഞ്ചൂർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബൈബിള് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം, അതെങ്ങനെ? അത് പ്രചോദനം ഈ ഒന്ന് ഒരു ശബ്ദം, ദൈവം എനിക്കൊരു നല്ല ശബ്ദം തന്നു എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് എനിക്ക് ആ ശബ്ദം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്.
ഈ സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾക്ക്. ഇപ്പം യേശുവിൻ്റെ ശബ്ദം ക്യാമ്പസ് ജീസസ് ഫിലിമിൽ കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ വോയിസ് ഉപയോഗിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ POCയുടെ ബൈബിള് അവർ ഇങ്ങനെ ബൈബിളിന് വോയിസ് ചെയ്യാനായിട്ട് ആളെ അന്വേഷിച്ചപ്പം അങ്ങനെ ആ ഒരു നറുക്ക് എനിക്ക് വീണു. അങ്ങനെ അതൊരു 4-5 വർഷം കൊണ്ട് ചെയ്തു. അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളും കൂടെ എൻ്റെ വോയിസിലൊന്ന് ചെയ്യണം. അത് ഒരുപാട് ആളുകൾക്കത് പ്രയോജനം ചെയ്യും. കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും സമയമില്ലാത്തവർക്ക് അത് വാഹനം യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 2-3 ചാപ്റ്റർ സ്റ്റുഡിയോയിൽ പോയി വെറുതെ ചെയ്ത് ഞങ്ങൾ പലർക്ക് അയച്ചു കൊടുത്തു. കമൻസ് നിങ്ങൾ പറയൂ, ഇത് കൊള്ളാമോ, ഇത് കേൾക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് പേർക്ക് അത് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം ആളുകളും അത് ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. വളരെ മനോഹരമായിരിക്കുന്നു. അങ്ങനെയാണ് അതിലേക്ക് അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ടായിട്ട് മാറിയത്. കാരണം എനിക്കറിയാം അതൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. ഒരു ദിവസം ഒരു 3 മണിക്കൂർ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമുക്ക് ത്രോട്ടിന് സ്ട്രെയിൻ ആവും. ഈ റെക്കോർഡിങ് നടക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പാട്ട് പാടാൻ വളരെ ബുദ്ധിമുട്ട് വരും. എത്ര സമയമെടുത്തു? ആക്ച്വലി ഇതൊരു വലിയ, നമുക്ക് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ഭയങ്കര പോരാട്ടം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഒരു ശരിക്കും പുതിയ നിയമവും സങ്കീർത്തനം സദൃശമാക്കി നമ്മൾ ശരിയായ നിലയിൽ നമ്മളൊന്ന് വായിച്ച് കൃത്യമായിട്ടൊരു ഡിസിപ്ലിൻഡായിട്ട് പോയാലൊരു 3 മാസത്തെ കാര്യമുള്ളൂ വായിച്ച് തീരാൻ. ഒരു 3 മണിക്കൂർ ഡെയിലി വെച്ച് വായിച്ചാൽ. പക്ഷേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് അസുഖങ്ങളുണ്ടായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടായത്, എനിക്കങ്ങനെ പൊതുവെ ഒരു സാധാരണ ഒരു പനി പോലും കാണല്ല. കഴിഞ്ഞ ഒരു വർഷം ഈ ബൈബിളിൻ്റെ റെക്കോർഡിങ് തുടങ്ങി അന്ന് തൊട്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ ചില്ലറയില്ല. എനിക്ക് 3 പ്രാവശ്യം എൻ്റെ ശബ്ദം കംപ്ലീറ്റ് അടച്ചുപോയി. റെക്കോർഡ് ചെയ്ത് ഷെല്ലി എന്ന് പറയുന്ന ആൾക്ക് 3 പ്രാവശ്യം ന്യൂമോണിയ വന്നു. അപ്പോൾ ഇതെല്ലാം ഇതിനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ, പിന്നെ മാനസികമായിട്ട് എന്നെ തകർത്ത് കളഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെ ഒത്തിരി പോരാട്ടങ്ങളുടെ ഒരു സമയമായിരുന്നു ഈ ബൈബിളിൻ്റെ റെക്കോർഡിങ്. അതുകൊണ്ടാണ് അത് അങ്ങനെ അത്രയും താമസിച്ചത്. പഴയ നിയമം കുറച്ചുകൊണ്ട് സമയമെടുക്കും, കാരണം ഒരുപാട് അധ്യായങ്ങളും. പിന്നെ ഇത് ഈ 3 മണിക്കൂർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ നിയമം കുറച്ചുകൂടെ നമുക്ക് വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റ് പഴയ നിയമത്തിലെ പഴയ പുസ്തകങ്ങളും പേരുകളും സംഖ്യാപുസ്തകം അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് സമയമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അത് ലോഞ്ച് ചെയ്യുവാനായിട്ട് ദൈവം അവസരം നൽകി. അത് അനേകർക്കൊരു വലിയ അനുഗ്രഹമായി തീരുമെന്നുള്ളതിൽ തർക്കമില്ല. അത് ഞാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ, അത് ഞാൻ ഒരു കോപ്പി അദ്ദേഹം ഒന്ന് പ്രസംഗിച്ച് കഴിഞ്ഞ് പോയപ്പോൾ അദ്ദേഹത്തിന് 2 കോപ്പി കൊടുത്തു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനത് കേൾക്കും. അദ്ദേഹം ഡെയിലി വേദപുസ്തകം വായിക്കുന്ന ആളാണ്. ഞാനത് കേൾക്കും, നിരന്തരമായിട്ട് കേൾക്കും, എന്നിട്ട് ഞാൻ ബിനുമായി വിളിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചു. അതൊരു വലിയ, അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനകരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അതിൻ്റെ ഒരു കാലഘട്ടമായി ഓഡിയോ നമ്മൾ വായിക്കാനൊന്നും ആളുകൾക്ക് ഒരുപക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല. ഓഡിയോ വീഡിയോ കാലഘട്ടമല്ലേ. അതെ, ഇപ്പോൾ പുസ്തകങ്ങൾ പോലെ റെയറായിട്ട് ആളുകൾ വായിക്കും. ആക്ച്വലി ഞാനൊരു ഓഡിയോ ബുക്ക്, വേറെ ആളുടെ ഒരു ബുക്ക്, മമ്മിക്കൊരുമ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ഓഡിയോ ബുക്ക് ചെയ്ത് എൻ്റെ വോയിസിലായത്. അവസാനമായിട്ട് ഇതൊരു റിക്വസ്റ്റാണ്. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ നിത്യ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. എൻ്റെ പിതാവ് എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, പരപരമേശ വരമരുളീശ, പഴയ ഒരു പാട്ടാണ്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. സാർ അതിൻ്റെ ലിറിക്സ് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ സർപ്രൈസായിട്ട് ചോദിക്കുകയാണ്. പരപരമേശ വരമരുളീശ നീ എത്രേ രക്ഷാസ്ഥാനം, പരപരമേശ വരമരുളീശ നീ എത്രേ രക്ഷാസ്ഥാനം, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല, പരപരമേശ വരമരുളീശ നീ എത്രേ രക്ഷാസ്ഥാനം. വെരി ബ്യൂട്ടിഫുൾ. ഞാനത് പ്രോഗ്രാമിന് പാടിക്കൊണ്ടൊരു പാട്ടായതുകൊണ്ടാണ് അത്രയെങ്കിലും. ഞാൻ സാധാരണ എനിക്ക് ലിറിക്സ് ഇല്ലാതെ ഒരു പാട്ടും പാടാം. ഞാൻ സർപ്രൈസ് ആയിട്ടൊരു ചോദ്യം കൂടെ ആയിരുന്നു, എങ്കിലും മനോഹരമായി. തീർച്ചയായിട്ടും ഇത് സന്തോഷകരമായിരുന്നു. പ്രത്യേകിച്ച് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എൻ്റെ
നന്ദി അറിയിക്കുന്നു. ഞാൻ കോവിഡിന് ശേഷം ആദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ വർഷങ്ങളും ഞാനൊരു 10-16 പ്രാവശ്യം അമേരിക്കയിൽ വന്ന് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കോവിഡിന് ശേഷം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ലായിരുന്നു. അത് ഈ ചർച്ചാണ് എനിക്ക് തന്നത്. അതിൽ എൻ്റെ വളരെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആശംസിക്കുന്നു. താങ്ക് യു.